ഹലോ! നിങ്ങൾ ഇടിച്ചക്ക കഴിച്ചിട്ടുണ്ടോ? ഇന്നൊരു ഇടിച്ചക്ക ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇത് നമ്മുടെ പ്ലാവിൽ നിന്ന് വീണ് കിട്ടിയ ചക്കയാണേ. അപ്പോൾ ഈ ചക്ക നമുക്ക് പുഴുങ്ങാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുതായതുകൊണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇടിച്ചക്ക ഉണ്ടാക്കി തരാമെന്ന് അമ്മ പറഞ്ഞേ. അപ്പോൾ അത് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഈ ചക്കയുടെ തോലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ചെത്തിയെടുക്കണം കേട്ടോ. അതിങ്ങനെ ചെത്തിയെടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം കൂടെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ അകത്ത് ചെറിയ ചക്കക്കുരുവൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ഈ അരിഞ്ഞെടുത്ത കഷ്ണങ്ങളുണ്ടല്ലോ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 2-3 തവണ കഴുകിയിട്ട് നമ്മൾ കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 2-3 വിസിലടിക്കണം കുക്കറിൽ വെച്ചിട്ട്. അപ്പോഴേക്ക് ഇത് വെന്ത് വരും. ഇത് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞു പോകില്ല, അല്ല ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. അത് കഴിയുമ്പോൾ നമ്മൾ തേങ്ങയും പച്ചമുളകും ഉള്ളിയെല്ലാം കൂടെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ ചക്കയും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് നമ്മുടെ ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉള്ളി, വെളുത്തുള്ളി, സവോളയും എല്ലാം കൂടെ ചേർത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് ഈ ചക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ, എല്ലാം കൂടെ മിക്സ് ചെയ്ത്. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ഇടിച്ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കറിയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ചോറില്ലാതെ തന്നെ വെറുതെ ഇങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വീണ്ടും വരാം. കീപ് വാച്ചിങ്, സ്റ്റേ ട്യൂൺ. താങ്ക് യു.